ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ, പ്രത്യേകിച്ചും മുത്തശ്ശിമാരുടെയൊക്കെ ഓർമ്മകള്, അനുഭവങ്ങള്, അതൊക്കെ കാലം കഴിയുന്തോറും മാഞ്ഞു പോകുമോ എന്നൊരു പേടി നമുക്കൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത ഓർമ്മകളാണവ, അല്ലേ? അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. എല്ലാ കുടുംബത്തിനും അതിൻ്റേതായ കഥകളുണ്ടാവും, അല്ലേ? ആ കഥകളാണ് ശരിക്കും നമ്മുടെയൊക്കെ വേരുകൾ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കഥകൾ പലപ്പോഴും പറഞ്ഞ് അങ്ങനെ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും കാലം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ളൊരു അടിപൊളി പരിഹാരമാണ് മൈബുക്ക്. ഇനി എന്താണ് ഈ മൈബുക്ക്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. സിംപിളായി പറഞ്ഞാൽ മൈബുക്ക് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്. അതായത് നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് അവരുടെ ജീവിത കഥകൾ ഒരു പുസ്തക രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഇവിടെ AI ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ടെക്നോളജി മാത്രമല്ല, മറിച്ച് അവർക്ക് അവരുടെ കഥകൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയാനും രേഖപ്പെടുത്താനും സഹായിക്കുന്ന ഒരു കൂട്ടാളി കൂടിയാണ്. ഏറ്റവും പ്രധാനം, ഇത് കുടുംബ ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കും. ഓക്കെ, ഇനി നമുക്ക് മൈബുക്കിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മുടെ മുന്നിൽ ശരിക്കും 2 വഴികളുണ്ട്. എന്തൊക്കെയാണവ എന്നല്ലേ നോക്കാം. അപ്പോൾ ഇതാണ് ആ 2 വഴികൾ. ട്രാക്ക് എ, പിന്നെ ട്രാക്ക് ബി. ട്രാക്ക് എയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഥയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ആ മുതിർന്ന വ്യക്തിയായിരിക്കും. അവരാണ് പ്രധാന കഥാകാരൻ. കുടുംബം അവരെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടാവും. പക്ഷേ ട്രാക്ക് ബി അങ്ങനെയല്ല. അതൊരു കംപ്ലീറ്റ് ടീം വർക്കാണ്. തുടക്കം തൊട്ടേ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ പുസ്തകം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും ഒരു രീതി അനുസരിച്ച് ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ ട്രാക്ക് എയുടെ മുദ്രാവാക്യം പോലെയാണിത്. ഞാൻ എൻ്റെ കഥ പറയുന്നു, എൻ്റെ കുടുംബം അത് കേൾക്കുന്നു, പ്രതികരിക്കുന്നു. അതായത് ഇവിടെ സ്റ്റാർ ഓഫ് ദ ഷോ ആ മുതിർന്ന വ്യക്തിയാണ്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഓർമ്മകൾ അവരുടെ വാക്കുകളിൽ ഒരു മാറ്റവും വരുത്താതെ രേഖപ്പെടുത്തുന്നു. കുടുംബത്തിൻ്റെ റോളെന്ന് പറയുന്നത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നതാണ്. നേരെമറിച്ച് ട്രാക്ക് ബിയുടെ ആശയം നമ്മുടെ മൈബുക്ക് നമ്മൾ ഒരുമിച്ചുണ്ടാക്കുന്നു എന്നതാണ്. കണ്ടോ, ഇവിടെ ഞാനെന്നല്ല നമ്മളെന്നാണ് പറയുന്നത്. ഇതൊരു സഹകരണമാണ്. എൻ്റെ കഥ എന്നതിനേക്കാൾ നമ്മുടെ കുടുംബത്തിൻ്റെ കഥ എന്നതിനാണ് ഇവിടെ ഊന്നൽ. എല്ലാവരും ഒരുമിച്ച് ഓർമ്മകൾ പങ്കുവെച്ചാണ് ഈ പുസ്തകമുണ്ടാക്കുന്നത്. അപ്പോൾ ട്രാക്ക് എയുടെ ഒരു ജേണി എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായി 4 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തേത്, മുതിർന്ന വ്യക്തിക്ക് ഇങ്ങനെയൊരു പുസ്തകം ചെയ്യണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നു. 2, ഓർമ്മകൾ അയവിറക്കാൻ AI സഹായിക്കുന്നു. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു തുടക്കമിട്ട് കൊടുക്കും. 3ാമത്തെ സ്റ്റെപ്പിൽ തയ്യാറാക്കിയ ചില ഭാഗങ്ങൾ കേൾക്കാനായി കുടുംബാംഗങ്ങൾ ഒന്നിക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പിൽ പുസ്തകത്തിന്റെ ഒരു ആദ്യ രൂപം, അതായത് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാകുന്നു. ഇനി ട്രാക്ക് ബിയുടെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. 1ാമത്തെ സ്റ്റെപ്പ് തന്നെ ഒരു ഫാമിലി മീറ്റിംഗ് ആണ്. എല്ലാവരും കൂടിയിരുന്ന് ഈ പുസ്തകം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു. 2ാമതായി ഇന്റർവ്യൂ ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും ചേർന്നാണ് തയ്യാറാക്കുന്നത്. 3ാമത്തെ സ്റ്റെപ്പ് വളരെ രസകരമാണ്. വീട്ടിലെ ചെറുപ്പക്കാർ മുതിർന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവസാനം ആ ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് എല്ലാവരും ഒരുമിച്ച് ഓരോ ചാപ്റ്ററും എഴുതി തീർക്കുന്നു. ശരിക്കും ഒരു ഫാമിലി പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ ഈ 2 വഴികളിലും AI എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊരു ചോദ്യം വരാമല്ലേ? അതാണ് അടുത്ത പോയിന്റ്. ഇതിലെ AI പവേർഡ് ടൂൾ കിറ്റ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മളെ സഹായിക്കാൻ മാത്രമുള്ള വളരെ ഫ്രണ്ട്ലിയായ കുറച്ച് ടൂൾസാണ്. നോക്കൂ, ഓർമ്മകൾ പുറത്തെടുക്കാനും സംസാരിക്കാനുമൊക്കെ സഹായിക്കുന്ന ടൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന്, സംഭാഷണം തുടങ്ങാൻ ചില ചോദ്യങ്ങൾ വേണമെന്ന് വെക്കുക. അപ്പോൾ പെർപ്ലെക്സിറ്റി എന്ന AI അതിന് സഹായിക്കും. ചിലപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിരിക്കും ഇഷ്ടം. അതിന് ക്യാരക്ടർ AI പോലെയുള്ള ടൂൾസ് ഒരു AI കൂട്ടാളിയെ തരും. അതുപോലെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ സഹായിക്കുന്ന ബട്ടർഫ്ലൈ AIയുമുണ്ട്. ഇതൊക്കെ കാര്യങ്ങൾ കുറച്ചുകൊണ്ട് എളുപ്പമാക്കും. ശരി, ഓർമ്മകളൊക്കെ കിട്ടി. ഇനി ഇതെങ്ങനെ ഒരു പുസ്തകത്തിന്റെ രൂപത്തിലേക്ക് മാറ്റും? അവിടെയാണ് അടുത്ത സെറ്റ് ടൂൾസ് വരുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളില്ലേ, അതിനെ എഴുത്തിലേക്ക് മാറ്റാനും അതിനെ ഒരു ഓർഡറിലാക്കി ഡ്രാഫ്റ്റ് ചെയ്യാനുമൊക്കെ നോട്ട്ബുക്ക് LM എന്ന ടൂൾ സഹായിക്കും. പിന്നെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, കാര്യങ്ങൾ ചേർക്കാനും എഡിറ്റ് ചെയ്യാനുമൊക്കെ നോഷൻ പോലൊരു പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാം. ഈ പ്രോജക്റ്റിന്റെ വെറുമൊരു ടെക്നിക്കൽ വശം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഹൃദയഭാഗത്തുള്ളൊരു ആശയമാണ് തലമുറകൾ തമ്മിലുള്ള പഠനം, അഥവാ ഇന്റർജനറേഷണൽ ലേണിംഗ്. അതായത് ഇത് വെറുമൊരു പുസ്തകമുണ്ടാക്കലും മാത്രമല്ല. ഇവിടെ ചെറുപ്പക്കാർ മുതിർന്നവരെ ഇന്റർവ്യൂ ചെയ്യാനും ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാനും പഠിക്കുന്നു. അതേസമയം മുതിർന്നവർക്ക് പുതിയ ടെക്നോളജിയോടുള്ള പേടി മാറുന്നു. അവർക്കത് ഉപയോഗിക്കാനൊരു ആത്മവിശ്വാസം കിട്ടുന്നു. 2 കൂട്ടർക്കും ഇതൊരു പഠനമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു പുസ്തകം കിട്ടും. അത് ശരിയാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ആ പുസ്തകം മാത്രമല്ല, അതിലും എത്രയോ വലുതാണ് ഈ യാത്രയിലൂടെ കിട്ടുന്ന മറ്റു കാര്യങ്ങൾ. അതാണ് ഈ മൈ ബുക്കിനെ ശരിക്കും സ്പെഷ്യലാക്കുന്നത്. ഇത് നോക്കൂ, ആർക്കൊക്കെ എന്തൊക്കെയാണ് പ്രയോജനമെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഥയുടെ പൂർണ്ണ നിയന്ത്രണം അവർക്ക് കിട്ടുന്നു. കുടുംബം തങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന അനുഭവം അവർക്ക് കിട്ടുന്നു. ഇനി കുടുംബത്തിന്റെ കാര്യം നോക്കിയാലോ, അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാകുന്നു. പിന്നെ തലമുറകളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു നിധിയും കയ്യിൽ കിട്ടും. അപ്പോ രണ്ടു കൂട്ടർക്കും ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു പുസ്തകമുണ്ടാക്കുക എന്നതിനപ്പുറം നമ്മുടെ കുടുംബചരിത്രവുമായി ഒരു ജീവനുള്ള ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമ്മുടെ വേരുകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും ആരും കേൾക്കാതെ പറയാൻ കാത്തിരിക്കുന്ന ഏത് കഥയാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ആ കഥയ്ക്ക് ജീവൻ കൊടുക്കേണ്ടത്.